പണ്ട് 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 പടയോടിയ കാലത്ത് കടലിൽ നിന്ന് പൊങ്ങി വരാത്ത, മലകളിൽ നിന്ന് ചെത്തിയെടുക്കാത്ത പണിയാളർ ഉഴുതുമറിച്ച് വിത്ത് വിതച്ച് നട്ടുനനച്ചൊരു നാടുണ്ടായിരുന്നു. എത്ര പണിയെടുത്താലുവേ അവർ പട്ടിണിക്കാരായിരുന്നു. കുഞ്ഞാ, നീ കേക്കണണ്ടാ? ഓ, ഞാൻ കേൾക്കുന്നുണ്ടപ്പാ. ആദികളും വ്യാധികളും മഹാമാരിയായി പെയ്തിറങ്ങിയ കാലം. അടിമപ്പെട്ടു പോയവരുടെ വിധി മാറ്റി എഴുതാൻ ഒരാൾ അവിടെ ഉയർന്നു വന്നു. ബലി. അയാൾ അവരെ മുന്നിൽ നിന്ന് നയിച്ചു. പണിയെടുത്താൽ കൂലി ചോദിച്ചു വാങ്ങാൻ പഠിപ്പിച്ചു. മേലാളന്മാരുടെ മുൻപിൽ നിവർന്നു നിൽക്കാൻ പഠിപ്പിച്ചു. അവിടെ പട്ടിണിയില്ലാതെയായി. എങ്ങും ചിരി നിറഞ്ഞു. ആദികളും വ്യാധികളും മാറി ആമോദത്തോടെ വസിച്ചു. സന്തോഷം കണ്ട് ആകാശത്തിന് മുകളിലിരിക്കുന്നവർക്ക് അസൂയ തോന്നി. അവരുടെ പ്രസക്തി നഷ്ടപ്പെട്ടു തുടങ്ങിയപ്പോൾ ഇഷ്ടമല്ലെങ്കിലും ഭൂമിയിലേക്ക് അവർ ഇറങ്ങി വന്നു. ഭൂമിക്കുടയോനായ ബലിയോട് അവരുടെ ആകാശവും ഭൂമിയും ദാനമായി ചോദിച്ചു. എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? എനിക്ക് നിങ്ങളുടെ ആകാശവും ഭൂമിയും ദാനമായി വേണം. ആകാശം ഞങ്ങളുടെ സ്വപ്നങ്ങളാണ്. ഭൂമി ഞങ്ങൾ വസിക്കുന്നിടവ്. ഈ ഭൂമിയില് ഞാനുണ്ട്, നീയുണ്ട്, പാമ്പുണ്ട്, ചേമ്പുണ്ട്, കരിയാത്താം പുള്ളുണ്ട്, പയ്യുണ്ട്, പയ്യന്റെ പുള്ളകളുണ്ട്. ഇവിടെ നിങ്ങൾക്കും ഒരിടമുണ്ട്. നമുക്കെല്ലാവർക്കും കൂടി ഇവിടെ വസിക്കാം. ഞങ്ങൾക്കിവിടെ മുഴുവനും വേണം. നിങ്ങൾ ഇനി എവിടെ വസിക്കുമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. അവർക്ക് ഭൂമി മുഴുവൻ വേണമായിരുന്നു. ഭൂമിയല്ലേ അധികാരത്തിന്റെ മൂലധനം. അത് പിടിച്ചടക്കാൻ അവർ കലാപമുണ്ടാക്കി. സന്തോഷം നിറഞ്ഞു നിന്നിരുന്ന പണിയാളരുടെ കുടിലുകളിൽ വെറുപ്പിന്റെ ഭക്ഷണം വിളമ്പി അവരെ തമ്മിൽ തല്ലിച്ചു. കലാപത്തിൽ പണിയാളർ ഉഴുതുമറിച്ച വയലിൽ അവരുടെ പെണ്ണുങ്ങളെ നഗ്നരായി നടത്തി ബലാത്സംഗം ചെയ്ത് കൊന്നു. എനിക്ക് പേടിയാണപ്പാ. അപ്പാ, അപ്പാ. കുഞ്ഞാ,
ഈ കഥയിലുള്ളതാ. നിന്നോടിത് പറയാതിരിക്കാൻ പറ്റില്ല. കുഞ്ഞാ, അങ്ങനെ തന്റെ ജനങ്ങളെ കൊന്നുകൂട്ടുന്നത് കണ്ട് ബലി അവർക്ക് കീഴടങ്ങി. ഈ ഭൂമി മുഴുവൻ നിങ്ങൾ എടുത്തില്ലേ? ഇനിയെങ്കിലും എന്റെ ജനങ്ങളെ വിട്ടുകൂടെ? പകരം ഞാൻ എന്ത് വേണമെങ്കിലും തരാം. എന്തും തരുമോ? എന്തും തരാം. ഈ ഒരു അപകടകരമായ ആശയമാണ്. പണിയാളരുടെ ഉടയോൻ, അടിയോരുടെ പെരുമൻ ബലി, നീ ഇവിടെ ഉണ്ടെങ്കിൽ ഇവരൊക്കെ വീണ്ടും മുളച്ചു പൊന്തും, അവകാശങ്ങളെ കുറിച്ച് സംസാരിക്കും. എന്റെ ജനങ്ങൾക്ക് ജീവൻ തിരികെ നൽകാമെങ്കിൽ നിങ്ങൾ എന്റെ തല എടുത്തുകൊള്ളും. അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ ബലി നൽകുന്നു. അങ്ങനെ തന്റെ ജനങ്ങൾക്ക് വേണ്ടി ബലി മഹാബലിയായി. അപ്പോ മാവേലി എന്താപ്പാ മിണ്ടാത്തെ? കുഞ്ഞാ, നമ്മുടെ പൊന്നുടയോ അവരോട് അവസാനമായ ഒരു കാര്യം ആവശ്യപ്പെട്ടു. ചവിട്ടിത്താഴ്ത്തിയാലും ആണ്ടിലൊരിക്കൽ ജനങ്ങളെ കാണാൻ വരണമെന്ന്. അപ്പോ അവർ പറഞ്ഞു, വന്നോ, പക്ഷെ മിണ്ടരുത്. മാവേലി മിണ്ടിയാൽ എന്താ പ്രശ്നം? മാവേലി മിണ്ടിയാലേ ജനങ്ങൾ അത് കേൾക്കും. അവരുടെ ചരിത്രത്തെ കുറിച്ച് അറിയും, അവകാശങ്ങളെ കുറിച്ച്, സ്വാതന്ത്ര്യത്തെ കുറിച്ച് മനസ്സിലാക്കും, സംസാരിക്കും. ആകാശത്തിന് മുകളിലിരിക്കുന്നവർക്ക് നല്ലതേ മാവേലി മിണ്ടാതിരിക്കുന്നതാ. എന്നാലേ എനിക്കും മാവേലിയാവണം. ഓ പിന്നെന്താ, എന്റെ കുഞ്ഞിങ്ങോട്ടൊന്ന് വന്നേ, ആവാലോ. മിണ്ടാത്ത മാവേലിയല്ല, ഉറക്ക വർത്താനം പറയണ മാവേലി, ഒച്ച ഉണ്ടാക്കണ മാവേലി, മഹാബലി.